പണിക്കരെ ഇവന് ഇതുവരെ ഒരു പണി ശരിയായിട്ടില്ല, ഒന്ന് നോക്കി തരുമോ? അതിനെന്താ, നോക്കാലോ. എന്താ പേര്? ആദി. ശുക്ലാം ഭരതരം. ഇവൻ പഠിക്കാൻ മിടുക്കനാ. SLCക്ക് ഫസ്റ്റാ, +2 ഫസ്റ്റാ, ഡിഗ്രിക്കും ഫസ്റ്റാ. ഓ ആയിക്കോട്ടെ, ഞാൻ നോക്കട്ടെ. ശുക്ലാം പോരാത്തതിന് ഓട്ടത്തിനും ഫസ്റ്റാ, ചാട്ടത്തിനും ഫസ്റ്റാ, എല്ലാത്തിനും ഫസ്റ്റാ. എവിടെ ഓട്ടവും ചാട്ടൊക്കെ അവിടെ ഫസ്റ്റ് ആണെങ്കിൽ ഇങ്ങോട്ട് കൊണ്ടുവരണ നിങ്ങൾക്ക് എന്നെ നോക്കിയാ പോരെ? സോറി പണിക്കരെ, നോക്കിട്ട്. നോക്കട്ടെ കേട്ടോ. മോനെ ഇനി ചായ കുടിക്കുന്നിട്ട് ഇരിക്കടാ, അലച്ചയക്കടാ. ഒരു ചായ എനിക്ക് വാങ്ങിക്കൊണ്ടടാ. എന്റെ പൈസ ഒന്നുമില്ല, അല്ലെങ്കിൽ തന്നെ വയസ്സായ കാലത്ത് ചായ കുടിച്ച് ഷുഗർ ഒന്നും മരിക്കാൻ നിൽക്കണ്ട. ഷുഗർ പിന്നെ വയസ്സന്മാർക്കല്ല വരിക, ബാല്യക്കാർക്ക് ഷുഗർ വരുമോ? അതേ കുണ്ടം വരുന്നേ. ഓ Wait for the brother, it's coming. Dapper young Cupid, you better don't stop it. He looks so well suited, like he's so undisputed. Niyak in the Ray-Ban glasses. I am no looter, but I'm clearly a sharpshooter. I am no Barishkari, I ain't no Brahmachari. I ain't no Barishkari, I'm just a Dikari. Here we go. He's the most wanted. You better don't stop it. ഒരു ചായ ഒരു സിഗരറ്റ്. സുഖല്ലേ? Yes, ചായ. ഇനി സിഗരറ്റ്. സിഗരറ്റ്. He ain't no stupid like you're thinking, he's so involuted. Don't look my Ushaladi. I know that he's a loader, he's the most wanted. ഗ്രാമത്തിലെ കുണ്ടന്നൂർ നിവാസികളെ, നമ്മുടെ ഗ്രാമത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ മാവേലി നാട് വാണ പോലത്തെ ഒരു നാടാണ് നമ്മുടെ നാട്. കള്ളവുമില്ല, ചതിയുമില്ല, നുണയുമില്ല, കിണിയുമില്ല, ആരും തമ്മിലൊരു പ്രശ്നവുമില്ല. അത്രയും നല്ല നാടാണ് നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാരത്തെ ഒന്ന് സംഘടിപ്പിച്ച ചലഞ്ചേഴ്സ് എന്ന് പറയുന്ന ഈ ക്ലബ്ബ്. അതിന്റെ വാർഷികാഘോഷം അതിവിപുലമായി ആഘോഷിക്കുന്ന ഈ വേളയിൽ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട നാട്ടുകാരെയും ഈ ചടങ്ങിലേക്ക് ഞാൻ ആർദവമായി സ്വാഗതം ചെയ്യുകയാണ്. അല്ല അതല്ല, ഇന്ന് ചാലഞ്ചേഴ്സിന്റെ പരിപാടിയല്ലേ? ചലഞ്ചേഴ്സ് ക്ലബിന്റെ പരിപാടി നടക്കുന്നു. നന്മ ടീമിന്റെ തിരുവാതിരണ്ട്. വിജീന്റെ ഒക്കെയാ? നമുക്കൊന്ന് കൂവിയാലോ? നിനക്കത് വേറെ പണിയില്ലേടി? അവളുടെയൊക്കെ തിരുവാതിര ആരാ ഇപ്പൊ കാണാൻ പോകുന്നേ? തിരുവാതിര കളിക്കാൻ അതിനിപ്പോ ഒരു കുറവേ ഉള്ളൂ. തിരുവാതിര കളിക്കാൻ വേണ്ടി കുറെ എണ്ണങ്ങള്. സുഹൃത്തുക്കളെ, അടുത്തതായി ഇവിടെ നടക്കാൻ പോകുന്നത് നിങ്ങൾ എല്ലാവരും ആകാംക്ഷയോടെ കാത്തുകൊണ്ടിരിക്കുന്ന കാവുങ്ങുകയറ്റ മത്സരമാണ്. ഈ നാട്ടിലെ കുണ്ടന്നൂരിലെ ഓരോ തെങ്ങിലും പൂച്ചയെ പോലെ ഓടിക്കയറുന്ന നമ്മുടെ തളപ്പ് വേലായുധൻ. തൊഴിലുറപ്പുകാര് പണിത സ്ഥലമല്ലേടി ഇന്നലെ ഇത്? എനിക്ക് കാറ്റുണ്ട് മേരി, ഓരോ കൊണ്ട് പണിയെടുക്കാൻ പറ്റും. ഓരോ അവിടെ പോയി ചാടി കളിക്കാനല്ലേ പറ്റുള്ളൂ. ഇന്ന് വേലാതേട്ടന്റെ കണ്ടത്തിലല്ലേ പണി? ഇവിടെയൊക്കെ തീർത്തിട്ടെ, എന്നിട്ട് ഉച്ചയ്ക്ക് അങ്ങോട്ട് പോവാ. Up, up, up. Up, up, up.
അടുത്തതായി നമ്മുടെ ചാലഞ്ചസ് ക്ലബിന്റെ അണ്ടറിൽ നടക്കുന്ന നമ്മുടെ എല്ലാവരും കാത്തിരിക്കുന്ന കലാപരിപാടിയിലേക്ക് നിങ്ങളെല്ലാവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. കുപ്പായം കൊടുത്തു വന്നത് കാലത്തെ വെടിക്ക് പെണ്ണെ എന്നോട് നെഞ്ചിൽ നടുക്കിരുന്നവളാണേ നീ, നടുക്കിരുന്നവളാണേ നീ. ശരി ഏച്ചി, എന്റെ ഫോണ് കാണുന്നില്ല. അതാടെ കണ്ടാവും. ഫോൺ അവിടെ ഇവിടെ കാണൂ. നിങ്ങളോട് കഥ പറഞ്ഞു അടുത്ത നിങ്ങളെ പരിപാടിയാ. അന്താരാഷ്ട്ര പരിപാടിയല്ല, മുല്ലപ്പൂ എത്തട്ടെ ഞാളങ്ങ് വരും. എടാ 5 പേരെ കൂട്ടി അങ്ങോട്ട് വാട്ടോ. പേർക്ക് എങ്ങിടല്ലേ? അതെ അതെ, ഓലൊക്കെ എടുത്തിട്ട് ഇതെല്ലാം മാറ്റിട്ടാ. ഇവിടെ തന്നെ ഒരു പണിയെടുത്തത്. ആരുടെയാ ഫോൺ റിങ് ചെയ്യുന്നേ? എവിടുന്ന്? പിന്നെ എവിടുന്നാ അത് കേൾക്കുന്നേ? ഇതാരെ ഫോണോ? ആരുടെയാ? ആരുടേത്? നോക്കട്ടെ. എടി, ഇത് ഫാത്തിമയുടെ ഫോണല്ലേ? നീ ഒരു കാര്യം ചെയ്യേ, ഓളുടെ വാട്സപ്പ് ഒന്ന് തുറന്നു നോക്കേ. പൊടി പൊടി എവിടുന്ന് നോക്കാൻ പറഞ്ഞ നോക്ക്. തുറന്നു വാ. നോക്കി കുറ്റം പറിച്ചില് പിടിച്ച് ഇത് ആകവും നാട്ടിലില്ലാത്തപ്പോഴല്ലേ സ്പേസൊക്കെ വൈകിലുണ്ടായത്? പിന്നെ ലീനിയോ ആ 3.5 അടി പൊക്കമുള്ള പണിക്കരയുമ്പോ ചോള എന്താക്കാൻ? എടി, ഈ ശാന്തം തൊഴിലുറപ്പിലെ എല്ലാ പെണ്ണുങ്ങളും പോക്ക് കേസാ. ഇതിറ്റങ്ങളൊക്കെ ഈ കുണ്ടന്നൂരി നാട്ടിച്ചോടിക്കണം. പാട്ടികള് കണ്ടു. സുശീല ഇത്ര മോശാതങ്ങളെ വെച്ചാറ് കെട്ടിയന്മാർക്ക് ഒരു പണിയില്ലാണ്ടിരിക്കല്ലെന്ന് രണ്ടും കൂടെ നാട്ടുകാർക്ക് രാത്രി കിടന്നു കൊടുത്തിട്ടാ പൈസ ഉണ്ടാക്കുന്നത്. 4 പെൺകുട്ടികളെയും വെച്ചിട്ട് അപ്പൊ ബിസിനസ് ഉണ്ടാക്കുന്നെന്ന് കേട്ടിരിക്കുന്നു. എന്താ ചാകരല്ലേ ചാകര.
പിന്നെ എവിടെ ആരും പോകണ്ടോ? ഇല്ല. പിന്നെന്തിനാ കൂക്ക് വെച്ചിട്ട് അയാളെങ്ങോട്ട് വിളിക്കുന്നത്? തോണിക്കാരൻ വെറുതെ തോണിയും കൊണ്ടിരിക്കുകയല്ലേ, ഇവിടെ വന്നേച്ചോട്ടെ. എങ്ങക്കെന്താ ചൊറിയോ? കുടിയന്മാരെ പറയിപ്പിക്കാനായിട്ട്. ഒരു ചായ. ചായ കുടി. മോനെ, പോയി ഒരു പണിയൊക്കെ ചായ എനിക്കും വേണം. വീട്ടിൽ പോയിട്ട് കുടിക്കണോ? എടാ ശ്രീകുട്ടാ, ഈയും മാധവും തമ്മിൽ ഇഷ്ടത്തിലാണെന്ന് പറയുന്നട്ടല്ല, സത്യാന്നാ? പൊന്നേച്ചി അതൊക്കെ ചുമ്മാ പറയുന്ന. ഞാൻ ലിഫ്റ്റ് എടുത്തുള്ളത് ശരിയാ, നാട്ടുകാർ പറയുന്നല്ലേ. നാട്ടുകാരൊന്നും വെറുതെ ഒന്നും പറയില്ല മോനെ. ശ്രീകുട്ടനല്ലേ അത്? ശ്രീകുട്ടേട്ടാ, മാധുവായിട്ട് എന്തോ ഡിംഗോളിഫിക്കേഷൻ ആയിന്ന് പറഞ്ഞേ. ഒന്ന് പോടാ ഡിംഗോളിഫിക്കേഷൻ. രാഘവന്റെ അതേ നടത്തം. ഒരു 500 കൊടുക്കി. കഴിഞ്ഞ ദിവസം വീട്ടിൽ ഒന്ന് നിങ്ങളെ തല്ലിയായിരുന്നു. അതിന് പെട്ടെന്ന് കണ്ടപ്പോ ഒരു ക്ഷമ ചോദിക്കണമെന്ന് വിചാരിച്ചതാ. ക്ഷമിക്കണം. പച്ചക്കറി മേടിക്കാനായിട്ട് ഇറങ്ങിയതല്ലേ, ഇവിടെ വെച്ച് കാണുമെന്ന് ഒട്ടും വിചാരിച്ചില്ല. എന്റെ രാഘവന്റെ മോനായിട്ടോ. നീ എന്റെ മോക്ക് വാട്സാപ്പിൽ കത്തുന്ന ലവ് ചിഹ്നം അയക്കുമല്ലോ. ഒരു പെണ്ണ് വന്ന് വണ്ടി കയറി അവിതാ പറയുന്ന നാട്ടുകാരും ഒരു ചായ. എന്തേ മോനൊന്ന് കിട്ടിയോ? കിട്ടി. अब ठीक है, मैं क्या करेगा इधर, काम ज्यादा है, मुझे बहुत दर्द हो रहा है. टेंशन मत करो, कुछ नहीं होगा, टेंशन मत करो, मैं भगवान से प्रार्थना करूंगा. पेट दिखाओ, दिखाओ. നിന്റെ തിങ്കളാഴ്ച വ്രതമെന്ന് മുടക്കും ഞാൻ. ബുധനാഴ്ചല്ലേ? ബുധനാഴ്ച വ്രതമെന്ന് മുടക്കും ഞാൻ. എന്താ ഒരു ഇളക്കൊക്കെ? എന്നാലും എൻ്റെ മോളൊരു കാര്യം ആലോചിച്ചിട്ട് എനിക്ക് വിഷമം. അവക്കൊരു കളിക്കൂട്ടുകാരൊക്കെ വേണ്ടടി. പിന്നെ നിങ്ങൾ ആദ്യം പണിക്ക് പോകാൻ നിൽക്കി. അതിപ്പോ ജോർജ് പണിക്ക് പോയിട്ടാ. 3 കുട്ടികളുണ്ട്. എന്ത് രസാ വീട്ടിൽ കളിക്കുന്ന കുട്ടികൾ. അത്ര രസം മതി. ഒന്നേയുള്ള സമാധാനത്തിൽ നിൽക്കുമ്പോൾ അടുത്ത കുട്ടിക്ക് എന്റെ അതേ സൗന്ദര്യം കിട്ടിയാ മതി. പിന്നെ എന്താണ് നീ ഇന്നാലും എന്ത് സുന്ദരിയാടി. നിന്നെ കാണാൻ എന്ത് രസം. എന്താണ് എന്ത് പോയാട്ടെ? എന്ത് രസാടി. സൗന്ദര്യ എന്താ ഞാൻ പെട്ടുപോയടാ. നീ വാ. സുശീലേ, എങ്ങോട്ടാ പോണ്? നീ വാ, ഞാൻ പറയട്ടെ. എങ്ങോട്ടാടങ്ങി എന്നെ വലിച്ചു കൊണ്ടോടെ? ഞാൻ പറയട്ടെ, നീ ഇവിടെ ഇരിക്കും. എന്താണ് എന്റെ പ്രശ്നം? എന്താണ്? ഞാൻ ട്രാപ്പിലായടാ. ഇത് പറയണെങ്കിൽ എന്നെ വിളിച്ച്. നീ ഇരിക്കും സുനീഷേ, പറയണ കേക്ക്. സുനീഷേ, നിനക്കറിയില്ല അമേരിക്കൻ പെണ്ണ് ക്ലീൻഡയാ? അവളും ഞാനൊരു ദുർബല നിമിഷത്തിൽ ഇഷ്ടത്തിലായി പോയടാ. അവക്ക് അവൾക്ക് 2 തുണിയില്ലാത്ത ഫോട്ടോസ്. ഫോട്ടോ ഞാൻ അങ്ങോട്ട് അയച്ചു കൊടുത്തടാ. അടിപൊളി. ഇപ്പൊ അവള് പറയാ 1 ലക്ഷം രൂപ കൊടുത്തില്ല ഈ ഫോട്ടോ മുഴുവനും ഫേസ്ബുക്കിലും വാട്സാപ്പിലും. നിനക്ക് എനിക്കാണെങ്കിൽ കാര്യം വരച്ചിട്ട് മേലെ ഞാൻ എങ്ങനെയാടാ മേരിയുടെ പിള്ളേരുടെ മുഖത്ത് നോക്കണേ? ആത്മഹത്യ ചെയ്യല്ലാതെ വേറെ വഴിയില്ല. ഇത് പേടിക്കണ്ടോ? ഒരുപാട് ആൾക്കാർ കുടിക്കടാ. അനുഭവത്തിന്റെ വെളിച്ചത്ത് പറയാടോ. അനുഭവത്തിന്റെ വെളിച്ചത്തിലാ? നീ ഇതാരോടും പറയാൻ നിൽക്കണ്ട. ഇതൊന്നും ഒരു പ്രശ്നമല്ലടോ. പിന്നെ എന്താ ചെയ്യാ? നീ ഫേസ്ബുക്കും വാട്സാപ്പും എല്ലാം ബ്ലോക്ക് ആക്കിയടാ. പ്രശ്നമൊന്നുമില്ല. ഒരു പ്രശ്നമില്ലടാ. സത്യാണോ?
സുനിഷേ നീയാടാ ശരിയായി ചങ്ങായി. ഇത് ഞാൻ ഒരിക്കലും മറക്കൂല. എന്നാ ഞാൻ പോയി കിടന്നുറങ്ങട്ടെ. നിന്റെ തന്തയ്ക്ക് രണ്ട് പറഞ്ഞിട്ട് വേണം. ജോർജ് പോലടാ എന്നെ കൂട്ടണം. ജോർജ്